ഹാസ്യരൂപേണ അവതരിപ്പിക്കുകയാണ്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുക. വർത്തമാനകാല സംഭവങ്ങളുമായി കോർത്തിണക്കി അല്പം നർമ്മത്തിൽ ചാലിക്കുന്നതോടൊപ്പം അതിന്റെ ഗൗരവം ഒട്ടും ചോരാതെ നിങ്ങളുടെ ചിന്തകളെ ഉണർത്തുവാനായി പുനരാവിഷ്കരിക്കപ്പെടുകയാണ് ഇന്നിവിടെ. MDCU ദേവനാമ മഹത്വത്തിനായി അവതരിപ്പിക്കുന്നു 10 കന്യകമാർ. നമ്മളെപ്പോ താമസം തോന്നുന്നു. വേഗം വാ. വേറെയും കാണുന്നില്ലല്ലോ. കസേരയൊക്കെ ഒഴിഞ്ഞു എടുക്കുവാണല്ലോ. ഇനി നമുക്ക് മുമ്പ് എങ്ങനെ അവർ അകത്തു പോയി കാണുമോ? ഒരിക്കലുമില്ല. പ്രാർത്ഥനയും ഉപവാസവും പരിത്യാഗവും പ്രായശ്ചിത്തവും വഴി നേടിയെടുത്തതാണ് ഈ സുദിനം. അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല ഈ അനുഗ്രഹീത സമയം. എന്നാലും ബാക്കി 5 പേരെ ഇവിടെ കാണാനുണ്ടല്ലോ. ഇനി അവരെങ്ങനെയും വരാതിരിക്കുവോ? എനിക്കെന്തോ പേടിയുണ്ട്. ഒരിക്കലും പേടിക്കുന്നില്ലേ. നമ്മൾ കൃത്യ സമയത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. ധൈര്യമായിട്ടിരിക്കെ. എന്നാൽ പിന്നെ നമുക്ക് തീരെ താഴ്ത്തി വെച്ച പ്രിയനെ കാത്തിരുന്നാലോ? അല്ലെങ്കിൽ ആ പെരുമഴയിലും വിളക്കിലും എന്നെല്ലാം പറ്റി നമുക്ക് നിരാശരായി മടങ്ങേണ്ട വന്നാലോ? അത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഉറക്കം വരാതിരിക്കാനായി ട്രെയിൻ വരുന്നത് വരെ നമുക്ക് പാട്ട് പാടി സ്തുതിക്കാം. അയ്യോ, ഞാൻ കേട്ടില്ലേ. അത് നീ എന്താ താമസിച്ചത്? അതിന് പറയാതിരിക്കുന്ന നല്ലത്. നിങ്ങളുടെ ഗാനമേള ഉണ്ടോ? ഇതറിഞ്ഞ ഞാനൊരു കരോക്കെ ഒക്കെ ആയിട്ട് വന്നാല്. അറിഞ്ഞില്ലല്ലോ. വലിയ ഭക്തളാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ വെള്ളയും വെള്ളയും വിട്ട് വന്നിരിക്കുന്നത്? നമ്മളോട് വരാന്ന് പറഞ്ഞ മറ്റൊരെണ്ണത്തിനെ കണ്ടില്ലല്ലോ. പിന്നെന്താ നിന്റെ പുതിയ ജോലിക്കാരി? അവിടെ നിന്ന് മൈക്രോസോഫ്റ്റിൽ നിന്നും എന്നെ വിളിയോട് വിളിയ. എനിക്ക് പക്ഷെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് ഞാനിങ്ങ് പോകുന്നില്ല. പിന്നെ രാവിലെ എനിക്ക് സുംബ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, എനിക്കത് മിസ്സാക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഫ്രണ്ട്സിനൊപ്പം ഒരു ലഞ്ച്, അതും സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് വരുമ്പോഴാണ് മെട്രോക്കാർ വിളിക്കുന്നത്. അവർക്ക് എന്റെ ഒരു ഇന്റർവ്യൂ വേണമെന്ന്. എന്റെ ഡാൻസ് കണ്ടിട്ടേ അവർക്ക് ഡാൻസ് മാത്രമല്ല കുറച്ച് സൗന്ദര്യമുള്ളവരെയും കൂടെ വേണമെന്ന്. എന്ത് ചെയ്യാനാണ് ഈ സൗന്ദര്യമുള്ളവരുടെ ഓരോ ബുദ്ധിമുട്ടേ? അല്ല, നമ്മുടെ ഇൻഫ്ലുവൻസർ ഇതുവരെ വന്നില്ലേ? ഞാനിവിടെ ഉണ്ടേ. ഓഹോ, എന്റെ അമ്മേ, സ്വന്തം ഭാഷയായതുകൊണ്ട് ഒരു റിലാക്സേഷൻ ഉണ്ട്. ഇംഗ്ലീഷ് പറഞ്ഞ് മാറ്റി. ഇതൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ആണല്ലോ. നീ ആമസോണിലോ നെറ്റ്ഫ്ലിക്സിലോ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്തു. നീ ആദ്യം ഇത് പറ. ചാനലിൽ ഫോളോവേഴ്സിന്റെ ഇൻഫ്ലുവൻസിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുമോ? റീൽസ്, സ്റ്റോറീസ്, ഷോർട്സ്, പാൻസ്, ജീൻസ്. പാൻസും ജീൻസും? അല്ലല്ല, ഫാൻസ് അതൊക്കെ വിടും. ഇതിന് മണമാണ് നേരായോ? മനോഹരൻ ലൈക്കിന്റെ കാര്യം മനസ്സിലാവും ഓർത്തത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോ ചാറ്റ് ചെയ്തതിന്റെ ഫോട്ടോ ഇട്ടിട്ട് നിങ്ങളാരും ലൈക്ക് ചെയ്തില്ലല്ലോ. അതെന്താ? വീടും ഇല്ല, കറന്റ് പോലും ഇല്ലാത്ത കുടുംബത്തിന് ഇൻഡക്ഷൻ കുക്കർ വാങ്ങിച്ചു കൊടുക്കുന്നതിന്റെ ഫോട്ടോക്കൊക്കെ ഞങ്ങൾ എന്തിനാ ലൈക്ക് അടിക്കുന്നത്? ഇതിനിടയ്ക്ക് അതും കണ്ടുപിടിച്ചോ. യജമാനൻ വരാറായും തോന്നുന്നു. നമുക്ക് എന്നിട്ട് സ്തുതിച്ചുകൊണ്ട് അവനെ വരവേൽക്കാം. എന്തോ എപ്പോഴാണ് പെണ്ണുങ്ങൾ ഇത്? പുള്ളിക്കാരൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. എന്നാ നമുക്ക് വിളക്കെത്തിക്കാം. എണ്ണ എടുക്ക. അയ്യോ, ഞാനവിടെ എടുക്കാൻ മറന്നുപോയി. ഇവളോട് എടുക്കാൻ പറഞ്ഞിരുന്നല്ലേ, നീ എടുത്തില്ലേ? ഞാനെടുത്തില്ല.
ഇനിയിപ്പോ എന്ത് ചെയ്യും? നമുക്ക് അവരോട് ചോദിക്കാനേ. ചോദിക്കാം ഇപ്പൊ കിട്ടും. Hey girls, can you share some oil please? അത് പിന്നെ ഞങ്ങൾ തിരിച്ചു തരാം. മറന്നുകൊണ്ടല്ലേ ചോദിക്കണത്? അയ്യോ ഞങ്ങളൊന്നും തോന്നരുത്. നിങ്ങൾക്കൂടി പകർന്നു തന്നാൽ അത് നിങ്ങൾക്കും തരാതെ വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങുന്നതല്ലേ നല്ലത്. ചുരുക്കം പറഞ്ഞ നീയൊന്നും ഞങ്ങൾക്ക് എണ്ണ തരില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ പ്രശ്നവേഷക്കാരോട് ചോദിക്കണ്ടാണ്. ഇവിടെ 24 മണിക്കൂർ ഓപ്പൺ ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് അടുത്തുള്ളപ്പോ നമ്മളെന്തിനാ ഇവരോട് ബാക്ക് ചെയ്യുന്നേ? നമുക്ക് ഒരുമിച്ച് എന്റെ ഫെറാറി പോകാം. വെള്ളയും വെള്ളിട്ട് ഇറങ്ങിക്കോളൂ. ഓരോരോ മാർഗങ്ങൾ കണ്ടാലും ഭയങ്കര ഭക്തി ഉണ്ടായിരുന്നു. കഴിഞ്ഞിട്ടാണെങ്കിലോ ഇവിടെ പോയി? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. കുറച്ചൊന്ന് തലയും ഒഴിച്ചു കൊടുക്കാമായിരുന്നു. അവളും ഒരാൾക്ക് ഒരു കഥ കളിച്ചെന്നാ തോന്നുന്നത്. ഇനി നമ്മളെ പിടിച്ചെങ്ങനെ മുങ്ങിയോ? എന്റെ ബലമായ സംശയം യജമാനൻ വന്നെന്നാണ്. ഞാനൊന്ന് നോക്കട്ടെ. ഹലോ ഹലോ, ഞങ്ങൾ വന്നു, കഥക്ക് തുറക്കൂ. ഞങ്ങൾ ഈ വാതിക്ക് തന്നെയുണ്ട്. ഹലോ ഹലോ. ആരാണ് നിങ്ങൾ? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്നെ അറിയത്തില്ലെന്നോ? ലോക്കലും സെന്ററിലും എല്ലാ കമ്മിറ്റിയിലും സ്മ്യൂള് സ്ഥിരമായി പാടുകയും ചെയ്യുന്ന എന്നെ അറിയില്ലെന്നോ? ഞങ്ങളെ നിങ്ങൾക്കും അറിയില്ല, നിങ്ങളെ ഞങ്ങൾക്കും അറിയില്ല. അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹലോ, കഥ തുറക്ക. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളാരെന്നോ എവിടെ നിന്ന് വരുന്നുവെന്നോ ഞാൻ അറിയുന്നില്ല. നീ ഇങ്ങനെ മാറി ഇല്ലാത്ത എവിടേക്കുള്ള തുറക്കൂലാണോ? ഹലോ, തുറക്കുന്നുണ്ടോ ഇല്ലയോ? ഞങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് 100 കൂട്ടം പണിയുള്ളതാ. ഹലോ, ഐ ഗോ ടു ഓപ്പൺ ദി ഡോർ. ഞാൻ ആവർത്തിച്ചു കഴിഞ്ഞു. നിങ്ങളെ ഞാൻ അറിയില്ല. എനിക്ക് നിങ്ങളെ അറിയില്ല. എന്നെ അറിയില്ല? സോഷ്യൽ മീഡിയ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള എന്നെ അറിയില്ലെന്നോ? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. കടന്നു പോകൂ ഇവിടെ നിന്ന്. നീ എന്താ നീ പേടിച്ചു പോയോ? ഇതിനേക്കാൾ വലിയ അലർന്ന് കേട്ട് പേടിച്ചിട്ടില്ല. പിന്നെ ഇനി എന്നല്ല നമ്മളിവിടെ നിൽക്കണേ. വീട്ടിൽ പോയാൽ ഒന്ന് കിടന്നുറങ്ങുമെങ്കിലും ചെയ്യാം. നിൽക്കൂ. നിങ്ങളുടെ കുത്തഴിഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഓടിയകലുവിൻ. ജാഗരൂകരായിരിക്കുവിൻ. എന്തെന്നാൽ ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. എന്താണ് ആ ശബ്ദം? ദൈവം നമ്മളോട് സംസാരിക്കുന്ന പോലെ തോന്നുന്നു. എനിക്കത് പേടിയാവുന്നു. വരും, നമുക്ക് അല്പനേരം പ്രാർത്ഥനയിലായിരിക്കാം. നീ ഞങ്ങളോട് കരുണയായിരിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ തെറ്റുകൾ പുറത്ത് അങ്ങയുടെ രാജ്യത്തിൽ ഞങ്ങളെയും ചേർക്കണമേ. ദൈവമേ, അഹന്തയും സ്വാർത്ഥതയും അമിതമായ ദ്രവ്യാഗ്രഹവും ഞങ്ങളിൽ നിന്ന് ദൂരെ അകറ്റണമേ. ദൈവമേ, തോർത്തും പാട്ടാടും ചെടിമോഹങ്ങളും ഞങ്ങളിൽ നിന്ന് ഇല്ലാതാക്കണമേ. അങ്ങനെ നിന്റെ രാജ്യത്തിൽ ഞങ്ങളെയും അവകാശികളാക്കണമേ. ബുദ്ധിയുള്ള കന്യകമാ വിളക്കിലെണ്ണ നിറഞ്ഞോ, പ്രിയനെ കാത്തിരുന്നതായി ചേർന്നിടും മണവറയിൽ ലോകമോഹങ്ങൾ തെളിഞ്ഞോ, ആരാലും വെറുക്കപ്പെട്ടോ, വിശ്വത്തിൽ കാത്തു സൂക്ഷിച്ചോ, കുഞ്ഞുങ്ങളെ, ആ നാളും നാഴികയും സംബന്ധിച്ചു എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. അങ്ങനെ നിങ്ങൾ നിലയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കും. വരവേറ്റ മാസം